പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. 92-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നൊരു വാക്ക്, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. ദൈവമക്കളെ, നമ്മളെ സംബന്ധിച്ച് ദൈവം നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. ദൈവം നമുക്ക് ചെയ്തു തന്ന നന്മകളെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട്. പലപ്പോഴും ആ നന്മകളെക്കുറിച്ച് നമ്മൾ ഓർത്താൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി അത് ഏറ്റവും വലിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു അനുഗ്രഹം മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ പറയുന്ന, യഹോവേ, എന്നോട് അങ്ങ് ചെയ്ത പ്രവൃത്തികളൊക്കെ ഏറ്റവും വലിയതാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതെല്ലാം വലിയ കാര്യങ്ങളാണ്. ചെറിയത് ചെയ്ത് നമ്മെ താൽക്കാലികമായി തൃപ്തിപ്പെടുത്തി വിടുന്നവനല്ല ദൈവം. പിന്നെയോ വലിയവ ചെയ്ത് നമ്മെ ആയുഷ്കാലം മുഴുവൻ നമ്മെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കരുണ വലിയതാണ്, ദൈവത്തിൻ്റെ ദയ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ നന്മകൾ എത്രയോ വലിയതാണ് എന്നൊന്ന് ഓർത്ത് നോക്കിക്കാട്ട്. വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ നന്മയുടെ പ്രവൃത്തികളെ ഓർത്താൽ ചെറിയ വിഷയങ്ങൾ വന്നപ്പോൾ കൊണ്ട് നമ്മളാരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി വൻകാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തെ ഒന്ന് ഓർത്ത് നോക്കിയാണ്. ദൈവം വലിയവ ചെയ്യുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം പറയണം, ദൈവമേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം വലിയ കാര്യങ്ങളാണ്. ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ ആഗ്രഹിച്ചത് അല്പമാ, പക്ഷെ അതിലധികമായിട്ടാണ് ദൈവം എനിക്ക് നൽകിയത്. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, രൂത്ത് അവൾ ആഗ്രഹിച്ചത് ബോവസിന്റെ വയലിൽ കിടക്കുന്ന നെൽമണികൾ പറക്കിയെടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങളെ കണ്ട ബോവസ് അവളോട് പറഞ്ഞത്, നീ ഇനി എങ്ങും പോകണ്ട, നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെ ആയിക്കൊള്ളുവാനാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ ചെറുതാണെങ്കിലും ആ ആഗ്രഹങ്ങളെ വലിയതാക്കി നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നവനാണ് ദൈവം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ദൈവത്തോട് പറ. അത് ചെറിയതാണല്ലോ എന്ന് കരുതി നിങ്ങൾ മടിക്കരുത് ദൈവത്തോട് പറയാൻ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം, പ്രതികൂലമായ സാഹചര്യം ചെറുതാണല്ലോ എന്നോർത്ത് നിങ്ങൾ ദൈവത്തോട് പറയാൻ മടി കാണിക്കണ്ട. ഈ ചെറിയത് പറയുമ്പോഴാണ് അതിനെ വലിയ കാര്യങ്ങളാക്കി ദൈവം നമുക്ക് തീർത്തു തരുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതെങ്ങനെ ഞാൻ പ്രതികൂലത്തെ അതിജീവിക്കുമെന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ദൈവമേ എന്ന് പറയുന്നത് പോലെ ഇന്ന് വൽക്കാലം നമുക്ക് കർത്താവിനോട് പറയാം, ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്തു. ആകയാൽ ഇന്ന് വൽക്കാലം ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ വിശാലത ദൈവം നൽകാൻ പോകുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ രോഗത്തിനകത്ത് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ എവിടെയൊക്കെയാണോ തളർന്നു പോയത്, തകർന്നു പോയത്, വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, പത്രോസേ, അതേ മീൻപിടുത്തത്തിനായി വലയിറക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ല. പക്ഷെ ചെറിയ മീനെ മാത്രം കിട്ടിയാൽ മതിയല്ലോ എന്ന് ആഗ്രഹിച്ച പത്രോസിന്റെ പടകിലേക്കും വലയിലേക്കും വലിയ മീനുകളെ എത്തിച്ചു കൊടുത്ത് പത്രോസിന്റെ ആഗ്രഹത്തെ മാനിച്ചു കൊടുത്ത വലിയവനായ ദൈവം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. അവൻ വലിയവ ചെയ്യുന്ന ദൈവമാണ്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ഇന്ന് പകൽവേളയിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതുന്നതിന്മേൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാകയാൽ സ്തോത്രം. പ്രയാസകരമായ എന്തുകൊണ്ടോ നിങ്ങളുടെ മുൻപിൽ
അതിനെ ദൈവം മാറ്റി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകും. വിശ്വസിക്കുക, ദൈവത്തോട് പറ്റിച്ചേരുക. ഇന്നത്തെ പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ നമുക്ക് തുറക്കാം, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.